അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വിഷമങ്ങളും മാറുവാൻ നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് നാം കരുതിയിരുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ പൂവണിയുവാൻ ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നാം ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ഒരു ദിക്റിനെ സംബന്ധിച്ചാണ് ഇന്ന് പറയുന്നത്. നമുക്കറിയാം, മുഹറം മാസത്തിന് ഒരുപാട് ശ്രേഷ്ഠതയുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ പശ്ചാത്താപത്തെ അള്ളാഹു സ്വീകരിച്ചത് മുഹറം മാസത്തിലാണ്. ഇബ്രാഹിം നബിയെ നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറം മാസത്തിലാണ്. നൂഹ് നബിയുടെ കപ്പൽ ജ്യോതി പർവ്വത നിരകളിൽ നങ്കൂരമിട്ടത് മുഹറം മാസത്തിലാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ രോഗത്തെ അല്ലാഹു തആല പരിപൂർണമായി ശിഫാ നൽകിയത് മുഹറം മാസത്തിലാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന് രാജാധികാരം അല്ലാഹു മടക്കി കൊടുത്തത് മുഹറം മാസത്തിലാണ്. അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയത് ഇതുപോലെ ഒരു മുഹറം മാസത്തിലാണ്. ഒരുപാട് സൂഫി വര്യന്മാരുടെയും നബിമാരുടെയും ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ തരണം ചെയ്തത്, അവരെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയത് ഇതുപോലെ ഒരു മുഹറം മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മുഹറം മാസത്തിൽ നാം ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ഒരു ദിക്ർ ഇമാം അഹ്മദ്, തുർമുദി, നസാഇ, ബൈഹഖി പോലുള്ള പ്രമുഖരായ ഇമാമുമാർ റിപ്പോർട്ട് ചെയ്ത വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ഏതൊരു മുസ്ലിമിനും ഈ ഒരു ദിക്ർ ഒരു പിടിവള്ളിയാണ്. മുജറബാത്തിന്റെ കിതാബുകളിൽ, ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം 40 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്ർ ആരെങ്കിലും ചൊല്ലി ദുആ ചെയ്താൽ അവരുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളും അല്ലാഹു തആല എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു അവരെ രക്ഷപ്പെടുത്തും. അവരുടെ ജീവിതത്തിലെ എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും അല്ലാഹു മാറ്റിക്കൊടുക്കും. അവരുടെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയിരുന്ന എല്ലാവിധ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കും എന്ന് മുജറബാത്തിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. നാം എല്ലാവരും ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എല്ലാ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും 40 പ്രാവശ്യം ചൊല്ലി ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.